എല്ലാവർക്കും ഉറക്കനെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട ലാസറച്ച, കൊച്ചച്ച, പ്രിയ ഡീക്കൻ ബ്രദർ, ഇവിടെ സൗഹൃദ സന്ദർശനത്തിനായിട്ട് എത്തിച്ചേർന്ന പ്രിയ അധ്യാപകരെ, പ്രിയ സിസ്റ്റേഴ്സ്, എച്ച് എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന വിശ്വാസ പരിശീലകരെ, പ്രിയ കുട്ടികളെ, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്ന വിഷയത്തെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാം, ആദരണീയനായ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഡിസംബർ 2024 ഡിസംബർ 24 മുതൽ 2026 ജനുവരി 6 വരെയുള്ള ഈ കാലയളവ് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ഈ വർഷം അതിനായിട്ട് ആചരിക്കണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പോയിന്റ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇതിനു മുൻപുള്ള ടീച്ചർമാർ ഒരുപാട് കഥകളിലൂടെയാണ് നിങ്ങളെ ഉത്ബോധിപ്പിക്കാറ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ആ പോയിന്റ്സ് നിങ്ങൾ സശ്രദ്ധം കേൾക്കണം. പ്രത്യാശ എന്നാൽ എന്താണ്? നമ്മുടെ അപ്പനമ്മമാരെ, നമ്മുടെ ഗുരുബോധരെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ പ്രത്യാശ എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനന്തകാരുണ്യവനായ, സർവശക്തനായ, നമ്മെ പരിപാലിക്കുന്ന ദൈവം നമുക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും തരുമെന്നുള്ള ഉറച്ച ബോധ്യമാണ് പ്രത്യാശ. ഈ വർഷത്തിലെ പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്നുള്ളതാണ്. അപ്പോ ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് എന്താണ്? തീർത്ഥയാത്രകൾ നമുക്കറിയാം അല്ലെ, അതൊരു യാത്രയാണ്. തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ പോകുന്ന ഒരു യാത്രയല്ല തീർത്ഥാടനം. തീർത്ഥാടനം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു യാത്രയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്നത് എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ? ആ യാത്രയ്ക്കുള്ള ലക്ഷ്യം എവിടെയാണ്? ആ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നമ്മള് കടന്നു ചെല്ലുമ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ആ യാത്രയിൽ നമ്മൾ നടന്നു നീങ്ങാനായിട്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമുക്കറിയാം, ഈശോ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ വെളിച്ചമാകുന്നു എന്ന്. അപ്പോൾ ആ വെളിച്ചത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ യാത്ര നമ്മള് തുടരണം. അപ്പൊ നമ്മളിങ്ങനെ വെളിച്ചത്തെ നോക്കുക, അതായത് ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ആ യാത്രയിൽ എന്തെല്ലാം കുഴികളും എന്തെല്ലാം പരവതാനികളും മനോഹരമായ പുൽത്തകടികളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനെല്ലാം നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ ആ കുഴിയിലേക്ക് നമ്മൾ വീഴുമ്പോഴൊക്കെ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ വേണം നീങ്ങാൻ. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആനന്ദത്തിലായിരിക്കും. അതുകൊണ്ടാണ് റോമൻസ് 12:12 പറയുന്നുണ്ട്, പ്രത്യാശയിൽ നിങ്ങൾ സന്തോഷിക്കും. Be joyful in hope എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ക്ലേശങ്ങളിൽ നമ്മൾ സഹനശീലരായിരിക്കുക. ഫെയ്ത്ത്ഫുൾ ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നടന്നു നീങ്ങുമ്പോൾ ഏത് പ്രതിസന്ധികളെയും, ഏത് ബുദ്ധിമുട്ടുകളെയും, ഏത് ദുരിതങ്ങൾ നമ്മൾ കടന്നു വന്നാലും തളരാതെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പോകുന്ന ഈ യാത്രയിൽ നമ്മളും ഈശോ മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരെ നമ്മൾ കൂടെ കൂട്ടണം. നമ്മുടെ യാത്രയ്ക്ക് നമ്മൾ മറ്റുള്ളവരെ കൂടെ കൂട്ടണം. അതെങ്ങനെ പറ്റുക? അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കൂടെ കൂട്ടുമ്പോഴാണ് നമ്മൾ ഒരു തീർത്ഥാടക സംഘമായിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ സമയം നമുക്ക്
എമാവുസിലേക്ക് നടന്നു നീങ്ങിയ 2 ശിഷ്യന്മാരുണ്ട്. അവരെ നമുക്ക് മനസ്സിൽ ഓർക്കാം. അവര് ഈശോയുടെ മരണത്തിൽ തീർത്തും ദുഃഖിതരായിരുന്നു. അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ കൺഫ്യൂസ്ഡ് ആയ സമയത്ത് അവർ ഈശോ അവരുടെ കൂടെ ചേർന്നപ്പോഴോ ബൈബിളിൽ പറയുന്നുണ്ട്, അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി, അവരുടെ ഹൃദയം ആനന്ദത്തിൽ മുഴുകാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നമ്മളുടെ ഈശോയെ നമ്മൾ കൂട്ടുമ്പോഴും നമ്മുടെ ക്ലേശങ്ങളിലൊക്കെ നമ്മൾ ആനന്ദത്തിലായിട്ട് ഇരിക്കുക. നമുക്ക് മനസ്സിൽ 2-3 കാര്യങ്ങൾ നമുക്ക് കുറിച്ചിടാം. നമ്മൾക്ക് ഈശോ നമ്മളെ കീപ് അവർ ഐസ് ഓൺ ജീസസ്, ജീസസിനെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പോകാം. എന്തുകൊണ്ടാണ്? ഈ ജീസസ് വെളിച്ചമാണ്. രണ്ടാമത് ക്യാരി ഹോപ്പ്, നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ പ്രത്യാശ കൊണ്ട് നടക്കണം. ആ പ്രത്യാശ കിട്ടിയ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രത്യാശയെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എങ്ങനെയാണ്? ഈശോയുടെ വ്യക്തിത്വങ്ങളായ ദയ, കാരുണ്യം, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ആ മനസ്സ്, അതെല്ലാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവഹിച്ച് നമ്മളും ക്രിസ്തീയ ആന്തരിക വ്യക്തിത്വമുള്ളവരായി മാറുമ്പോഴാണ് നമുക്കിത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ നമ്മൾ നടന്നു നീങ്ങുന്നു. നമ്മൾക്ക് ഈ പ്രത്യാശ തീർത്ഥാടകരായി നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി പോകുമ്പോഴേ നമ്മളെ മറ്റുള്ളവരെ കൂടെ കൂട്ടാൻ പറഞ്ഞു. ഒപ്പം തന്നെ ആ സ്വർഗത്തെ ഭൂമിയിലും നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കണം. ആ ഒരു സ്വർഗം നമ്മൾ ഭൂമിയിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് തീർത്തും നമ്മൾ പ്രത്യാശയിൽ വളരുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം, 1-2 ചോദ്യം നമ്മൾ സ്ഥിരം ചോദിച്ച് നടന്നാൽ നമുക്ക് ഈ പ്രത്യാശയിൽ വളരാനായിട്ട് സാധിക്കും. വൈ ഐ ആം എ ക്രിസ്ത്യൻ? ഞാൻ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്, തുടരുന്നത്? അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. രണ്ടാമത്, വാട്ട് ഷുഡ് ഐ ആസ് എ ക്രിസ്ത്യൻ? ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇതുവരെ പഠിച്ചു പോന്ന എല്ലാ പഠനങ്ങളിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. ഇത് നമ്മളുടെ ഡെയിലി ഒരു ഹോംവർക്കായിട്ട് നമ്മൾ മനസ്സിൽ കുറിച്ചിടുക. അപ്പോൾ നമുക്ക് പ്രത്യാശയുടെ വാഹകരാകാനും പ്രത്യാശയുടെ തീർത്ഥാടകരാകാനും നമുക്ക് സാധിക്കും. സങ്കീർത്തനങ്ങളിലെ 55-ാം അധ്യായത്തിലെ 22-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അനുവദിക്കില്ല. ഈ ഒരു വചനം നമ്മുടെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും നമുക്ക് മുന്നേറുകയും ചെയ്യാം. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു.